അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇഫ്താർ സ്പെഷ്യൽ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിൻവീൽ പൊട്ടാറ്റോ സമൂസ. അതിനുണ്ടാക്കാൻ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ മതിയാവും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിൻവീൽ പൊട്ടാറ്റോ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മൈദ കുഴച്ചെടുക്കണം. അതിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കാം. മൈദ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പുരട്ടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. മസാലയ്ക്ക് വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. തീരെ കട്ടിയൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കുക. നല്ല സ്മൂത്തായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വരെ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിന്. നമുക്കിനി മസാലയൊക്കെ കുഴച്ചതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. നേരത്തെ കുഴച്ച് മാറ്റി വെച്ച മൈദ എടുത്തിട്ട് 2ആയിട്ട് ഭാഗിക്കാം. ഇനി കുറച്ച് മൈദ വെതറിയിട്ട് ഇത് നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. അതുപോലെ നല്ല നേർങ്ങനെ വേണം പരത്തിയെടുക്കാൻ വേണ്ടി. തടി അധികമായാൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടില്ല. നല്ല നേർങ്ങനെ തന്നെ പരത്തിയെടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പം ഞാനിതൊരു ഉണ്ടാക്കി കട്ട്ലറ്റ് വെക്കുന്ന പോലെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുകയെന്ന്. നിങ്ങൾ ചെറിയ കട്ട്ലറ്റ് പോലെ പരത്തിയിട്ട് ഫുൾ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പരത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുത്തിയിൽ തന്നെ വെച്ച് പരത്തുമ്പോൾ ചിലപ്പോൾ പരത്തി ചപ്പാത്തിന് പോലത്തെ അത് ഓട്ടയാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പരത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അടിയിലെ മാവില്ലേ അത് ചിലപ്പോൾ ഓട്ടയാകാനൊക്കെ സാധ്യതയുണ്ട്. മസാല നല്ലപോലെ മുഴുവനായും പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മെല്ലെ ഇളക്കിയിട്ട് ചെറുങ്ങനെ ഇളക്കിയിട്ട് നല്ല കീറാതെ നോക്കണം, ഓട്ടയൊന്നും ആകാതെ ഇതുപോലെ മെല്ലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും.
ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടി മൈദ അങ്ങ് വിതറി കൊടുത്താൽ മതി. കണ്ട് വളരെ ഈസി ആയിട്ട് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം രണ്ടറ്റത്തുള്ള ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് അങ്ങ് മാറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല കട്ട് ചെയ്ത് വളരെ എളുപ്പമാണ് ഉണ്ടാവും. വളരെ സ്മൂത്തായി കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ വിതർത്തിയിട്ട് നല്ല ഉള്ളം കൈയിലിട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. വേണ്ട, ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നമ്മൾ വീലിൻ്റെ ഒരു ഷേപ്പ് തന്നെ ആയില്ലേ. വീൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവറും മൈദയും കൂടി കലക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. എന്നിട്ട് കട്ടിയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുക. അധികം കട്ടിയാകാനും പാടില്ല, അധികം ലൂസാകാനും പാടില്ല. ഈ ഒരു പരുവത്തിലായാൽ മതി. ഇത് നമുക്ക് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായതിന് ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം അടുപ്പൊന്ന് ചെറുതായി കൊടുത്തിട്ട് ഇത് കലക്കി വെച്ച ഇതിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് അനക്കാണ്ട് വെക്കുക. അതിന് ശേഷം നമുക്കൊന്ന് എല്ലാം ഇളക്കിയിട്ട് 1 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വരെ പൊരിച്ചെടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഉള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് നോമ്പ് മുറിക്കുമ്പോൾ ഒക്കെ കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.